ബോബി ചെമ്മണ്ണൂരിന്റെ മോചനവുമായി ബന്ധപ്പെട്ടതാണ്. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അസാധാരണ നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കേസ് വീണ്ടും പരിഗണിക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. രാവിലെ 10:15 ബോബിയുടെ അഭിഭാഷകരോട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോബിയുടെ അനുയായികൾ ജയിലിന് മുന്നിൽ നടത്തിയ പരാമർശങ്ങളിലാണ് ഈ നടപടിയെന്നാണ് സൂചന. വിശദാംശങ്ങൾ ബിനിൽ നൽകും. ബിനിൽ, ഗുഡ് മോർണിംഗ്. അസാധാരണ നീക്കവുമായി കോടതി മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ ബിനിൽ? മോത്തി, സാധാരണയുള്ള നടപടികളല്ല. അസാധാരണ നീക്കത്തിലേക്ക് ഹൈക്കോടതി പോകുന്നത്. അസാധാരണമായ പെരുമാറ്റം ഇന്നലെ ജയിലിന് പുറത്തുണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 10:15 ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകരോട് എത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ജയിലിന് പുറത്ത് 100-ലധികം ബോബിയുടെ അനുയായികളും മറ്റും തടിച്ചുകൂടിയിരുന്നു. അവർ ചില മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തന്നെ പ്ലക്കാർഡുകളും ഒക്കെ അവിടെ ഉയർത്തി കാട്ടുകയൊക്കെ ചെയ്തു. അതിലുള്ള അതൃപ്തിയാണ് ഹൈക്കോടതിക്കുള്ളത്. ജാമ്യം നൽകിയ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ ഉത്തരവിൽ കോടതി ഇടപെടുമോ എന്നത് ഇപ്പോൾ അറിയില്ല. പക്ഷേ കോടതിക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും 10:15 ബോബിയുടെ അഭിഭാഷകർ എത്തുമ്പോഴായിരിക്കും കോടതി നിലപാട് വ്യക്തമാക്കുക. അതിനുവേണ്ടി നമുക്ക് രാവിലെ 10:15 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തന്നെ ഈ കേസിൽ കോടതിയുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്യും. കാരണം ഈ ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങുന്നതിന് മുൻപ് 100-ലധികം ആൾക്കാർ ജയിലിന് മുൻപിൽ തടിച്ചുകൂടുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മുദ്രാവാക്യം വിളികളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതായത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പരാതിക്കാരിയെ അവഹേളിക്കുന്ന തരത്തിലോ മറ്റെന്തെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കോടതി ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? മോത്തി, കോടതിക്കെതിരെ അടക്കം ചില പരാമർശങ്ങൾ ചിലരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കോടതി ഇന്ന് 10:15 കേസ് എടുക്കുമ്പോൾ മാത്രമായിരിക്കും വിശദീകരിക്കുക. എന്തായാലും ഹൈക്കോടതി കടുത്ത നിലപാടിലേക്ക് പോകുമോ അതൊരു മുന്നറിയിപ്പായി ഇത് നൽകുമോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ 10:15 കേസ് കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും സ്വമേധയായുള്ള ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ ചില വസ്തുതകൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ ജാമ്യ വ്യവസ്ഥകൾ ഏതെങ്കിലും ലംഘിച്ചാൽ ഹണി റോസിനോ സർക്കാരിനോ ജാമ്യം റദ്ദാക്കാൻ പോകാമെന്ന് കൃത്യമായി ആ ജാമ്യ ഉത്തരവിൽ എഴുതി വെച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നു. ശരിയാണ് ബിനിൽ. അതായത് പുറത്ത് ഇറങ്ങിയാലും ജാമ്യം അനുവദിക്കപ്പെട്ടാലും ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു എന്ന് തോന്നിയാൽ ജാമ്യം റദ്ദാക്കാനായി പരാതിക്കാരിക്കോ മറ്റാർക്കെങ്കിലുമോ ഇതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ ഭാഗത്തു നിന്ന് ഒരു തീക്കളിയാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാമോ? ഈ സാഹചര്യത്തിൽ ഈ ജാമ്യം നിഷേധിക്കാനുള്ള ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? നിയമവശം എന്താണ്? നിയമവിദഗ്ധരൊക്കെ എന്താണ് പറയുന്നത് ബിനിൽ? മോത്തി, അക്കാര്യം നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും 10:15 കോടതി അഭിഭാഷകർ എത്തുമ്പോഴായിരിക്കും കോടതിക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്, കോടതിയുടെ നിലപാട് എന്താണ് എന്നത് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും അസാധാരണമായ ചില നീക്കങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുന്നു. അത്തരത്തിലേക്ക് കോടതി എത്തിച്ചത് ഈ പ്രതിയുടെ പ്രതിയുടെ അനുയായികളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അസാധാരണമായ പ്രതികരണങ്ങൾ തന്നെയാണ്. പതിവില്ലാത്ത വിധം ഇന്നലെ ഈ ജയിലിന് മുന്നിൽ ആൾക്കൂട്ടമുണ്ടാകുന്നു. വലിയ രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പലരും പ്ലക്കാർഡുകൾ ഉയർത്തി, സ്ത്രീകളും പുരുഷന്മാരും അടക്കം പലരും അവിടെ എത്തിയിരുന്നു. പലരും ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ചിലരും എത്തിയിരുന്നു. അവരെ പലരെയും നമ്മൾ ഈ പൾസർ സുനി ജയിൽ മോചിതരായ സമയത്ത് മാലയിട്ട് സ്വീകരിക്കാൻ എറണാകുളം സബ് ജയിലിന് മുന്നിൽ എത്തിയ പലരും ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. അതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് വരികയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും 10:15 കോടതി എന്ത് നിലപാടെടുക്കുമെന്നത് അഭിഭാഷകർ എത്തിയുമ്പോഴായിരിക്കും നമുക്ക് വ്യക്തമാകുക. ശരി ബിന്നിൽ, ഏതായാലും അസാധാരണ നീക്കമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജയിലിന് പുറത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളായി എത്തിയവരുടെ ഭാഗത്തു നിന്ന് ചില മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. അതിൽ കോടതിക്ക് എതിരായി പല പരാമർശങ്ങളും ഉണ്ടായി എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം. എന്താണ് എന്നത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഇനി കോടതി ചേരുന്ന സമയത്ത് മാത്രമേ നമുക്കത് വ്യക്തമാകൂ. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരോട് കോടതിയിൽ ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹാജരായ ശേഷം എന്തെങ്കിലും പരാമർശം നടത്തി തിരികെ വിടുമോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിക്കുമോ, ജാമ്യത്തിൽ ഇടപെടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ മാത്രമാണ് വ്യക്തമാവുക എന്നാണ് ബിന്നിൽ പറയുന്നത്. ഏതായാലും ഹൈക്കോടതി സ്വമേധയാ കേസ് പരിഗണിക്കുകയാണ്. വളരെ അസാധാരണമായ ഒരു നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബിന്നിൽ, ഒരു കാര്യം കൂടി, ഈ ഇന്നലെ കേസ്
ബിനിലിനെ ടെലിഫോൺ ലൈൻ ലഭ്യമല്ല എന്ന് തോന്നുന്നു. ബിനിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏതായാലും അസാധാരണമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ജാമ്യം ലഭിച്ചിട്ട് കൂടി ജയിലിൽ നിന്ന് ഇറങ്ങാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിയോടെ ഉത്തരവ് കിട്ടിയ ശേഷം ജയിൽ അധികൃതർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി പുറത്തിറങ്ങണ്ട എന്നൊരു നിലപാടായിരുന്നു എടുത്തത് എന്നാണ് പറയുന്നത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതി പുറത്തിറങ്ങിയില്ല എന്ന് പറയുന്നു. ഇപ്പോഴത്തെ അസാധാരണമായ നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അനുയായികൾ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്ത സമയത്ത് കോടതിക്കെതിരായോ മറ്റോ പരാമർശമുണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്നാണ് അഭിഭാഷകരെ കോടതിയിലേക്ക് ഇന്ന് എത്താനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്.